ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സപ്പ് ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാതെ നമ്മൾക്ക് ഒരു ദിവസമെങ്കിലും കടന്നുകൂടാൻ പറ്റുമോ? ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കൊല്ലം അധികം നമ്മൾ ബാക്കോട്ട് പോവുകയാണ്. ഒരു കാലത്ത് ഫേസ്ബുക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, എന്തിനു പറയുന്നു യൂട്യൂബ് പോലും ഇല്ലാത്ത ഒരു കാലം. അന്ന് ലോകം ഭരിച്ചത് ഒരു സിംഗിൾ ആപ്പായിരുന്നു. അതിൻ്റെ പേരാണ് MSN മെസ്സഞ്ചർ. പക്ഷേ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ആപ്പായിരുന്നു അത്. 2003 മുതൽ 2006 വരെ ലോകത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു ആപ്പാണിത്. ചാറ്റ് ആപ്പ് മുതൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോർട്ട് വീഡിയോ വരെ പല ആപ്പുകളും മാറി മാറി നമ്മൾ ഇന്ന് കാണുന്ന നമ്പർ 1 ആപ്പുകളുടെ പട്ടികയിൽ എങ്ങനെ എത്തി എന്നാണ് ചാർട്ട് സഹിതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇത് വെറും ഒരു ആപ്പിൻ്റെ കഥയല്ല. നമ്മുടെ ജീവിതം, നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ സമയം എങ്ങനെ ഇൻ്റർനെറ്റ് മാറ്റി എന്ന കഥയാണ്. 2003 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു നിശ്ചിത കാലയളവിൽ ഓരോരോ സോഷ്യൽ മീഡിയ ആപ്പുകളുടെ വരവും അവരുടെ പതനവും പുതിയ സോഷ്യൽ മീഡിയ ആപ്പുകളുടെ ഉയർച്ചയും അവരുടെ ഉയർന്നു നിൽക്കുന്ന നിലവാരവും 2026 ആകുമ്പോഴേക്കും എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2003 മുതലുള്ള ഗ്രാഫ് സഹിതം തന്നെ ഓരോരോ കാര്യങ്ങളും മനസ്സിലാക്കാം. 2003 ഇന്റർനെറ്റ് എന്നത് ചാറ്റ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാലമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും 2003 കാലഘട്ടത്തിൽ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന ചാറ്റ് ആപ്പുകൾ ഏതൊക്കെയാണെന്ന്. അത് നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം. MSN മെസ്സഞ്ചർ. ഇന്ന് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതൊക്കെ നമ്മൾക്ക് ഓർമ്മ വരും. പക്ഷേ 2003 ഇന്റർനെറ്റ് എന്നത് ഒരാളോട് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം മാത്രമാണ്. അന്ന് മൊബൈൽ ഇന്റർനെറ്റ് ഇല്ല, സ്മാർട്ട് ഫോൺ ഇല്ല, കമ്പ്യൂട്ടർ തുറക്കണം, ഡയലപ്പ് ഇന്റർനെറ്റ് കണക്ട് ആക്കണം. അതിനുശേഷമാണ് MSN മെസ്സഞ്ചർ തുറക്കുന്നത്. ഒരു ഹായ് എന്നുള്ള മെസ്സേജ് അയക്കാൻ തന്നെ 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന ഒരു കാലമായിരുന്നു അത്. പക്ഷേ എന്നിരുന്നാലും ആ കാലത്ത് അതൊരു മാജിക് തന്നെയായിരുന്നു. ഉദാഹരണത്തിന് കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്നോ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് സെക്കൻഡിനുള്ളിൽ സംസാരിക്കാൻ പറ്റിയത് ആ കാലത്ത് വലിയ കാര്യമായിരുന്നു. അങ്ങനെ 2003 ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് 2006 ഗ്രാഫാണ്. 2006 ചാറ്റ് എന്നത് പീക്ക് ലെവലിൽ എത്തുന്ന സമയമാണ്. MSN, യാഹു, ICQ, അന്നത്തെ കാലം ഇന്റർനെറ്റിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഈ ആപ്പുകളൊക്കെയാണ്. 2006 ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സ്ലോലി കടന്നു വരാൻ വേണ്ടി തുടങ്ങി. ആ സമയത്താണ് സൈബർ കഫേ കൾച്ചറും കൂടി വന്നത്. സ്കൂളോ കോളേജോ കഴിഞ്ഞാൽ നേരെ നമ്മൾ ഓടും കഫേയിലേക്ക്. പിന്നെ കമ്പ്യൂട്ടറൊക്കെ ഓപ്പൺ ആക്കി ലോഗിൻ ചെയ്ത് നമ്മളുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി തുടങ്ങും. ആരൊക്കെ ഓൺലൈനിലാണെന്ന് നോക്കൽ, ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റാറ്റസ്. അന്ന് ഇത് ഒരു വലിയ ഇമോഷൻ കൂടിയായിരുന്നു. ഉദാഹരണത്തിന് ക്രഷ് ഓൺലൈനിലുണ്ടെങ്കിൽ മൂഡ് അന്ന് ഫുൾ ഹാപ്പി ആയിരിക്കും. ഇനി ഓഫ്ലൈൻ ആണെങ്കിൽ അന്ന് മൂഡ് ഫുൾ ഓഫ് ആയിരിക്കും. അന്നത്തെ കാലം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അന്നുള്ളവരോട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും സുന്ദരമായ കാലം അതായിരുന്നു. കാരണം ആ കാലത്ത് ഇന്റർനെറ്റ് ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നില്ല, പ്യുവർ കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമായിരുന്നു. വീണ്ടും അവിടുന്ന് കാലങ്ങൾ കഴിഞ്ഞു പോയി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 2010 കാലഘട്ടത്തിന്റെ ഗ്രാഫാണ്. 2010 ഫേസ്ബുക്കിന്റെ വരവോടുകൂടി ഇന്റർനെറ്റിന്റെ ഗതി തന്നെ മാറി. ഇവിടെ നിന്നാണ് ഇന്റർനെറ്റിന്റെ മീനിങ് തന്നെ മാറുന്നത്. ഇതിനു മുമ്പുള്ള കാലം ഇന്റർനെറ്റ് സമം ചാറ്റ് എന്നാണെങ്കിൽ ഫേസ്ബുക്കിന്റെ വരവോടെ ഇന്റർനെറ്റ് സമം ജീവിതം കാണിക്കൽ എന്നായി മാറി. ഉദാഹരണത്തിന് ഫേസ്ബുക്ക് പ്രൊഫൈൽ, ഫ്രണ്ട്സ് ലിസ്റ്റ്, ഫോട്ടോസ്, പബ്ലിക് പോസ്റ്റ്. ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നീ ആരാണ് എന്നുള്ള നിന്റെ ഐഡന്റിറ്റി നീ ലോകത്തെ അറിയിക്കാൻ വേണ്ടി തുടങ്ങി. ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്റെ ലൈഫ് കാണാൻ പെർമിഷനുള്ള ആളുകൾ വരാൻ തുടങ്ങി. ഫോട്ടോസിൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചത് എന്ന് നീ ലോകത്തോട് പറയാൻ വേണ്ടി തുടങ്ങി. പിന്നെ നിന്റെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നീ ജനങ്ങളുടെ മുമ്പിലേക്ക് പബ്ലിക് പോസ്റ്റ് രൂപത്തിൽ എത്തിക്കുന്ന കാലത്തിന് തുടക്കം കുറിച്ച ഒരു കാലം കൂടിയായിരുന്നു അത്. ഇവിടെ ഒരു വലിയ ഷിഫ്റ്റ് സംഭവിച്ചു. ജനങ്ങൾ ചാറ്റ് ചെയ്യുന്നതിൽ നിന്ന് ലൈഫ് ഷെയർ ചെയ്യുന്നതിലേക്ക് മാറി.
അതുകൊണ്ടാണ് MSN, യാഹു ഇതുപോലുള്ള വമ്പൻ ചാറ്റ് ആപ്പുകൾ ഒരു സൈഡിലേക്ക് മാറിപ്പോയത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 2013 ഗ്രാഫാണ്. വാട്സപ്പ് മൊബൈൽ എക്സ്പ്ലോഷൻ 2013 ജനങ്ങളുടെ ഇടയിൽ വന്ന ആപ്പിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു ആപ്പാണ് വാട്സപ്പ്. ഇത് എന്തുകൊണ്ട് അക്കാലത്ത് ഹിറ്റായി എന്ന് ചോദിച്ചാൽ, വാട്സപ്പ് യൂസ് ചെയ്യാൻ വെറും മൊബൈൽ നമ്പർ മതി. അക്കാലത്ത് SMS ചാർജില്ല, ഇന്റർനെറ്റ് ചീപ്പായി, കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചാറ്റൊക്കെ മൊബൈലിലേക്ക് ഷിഫ്റ്റായി. മൊബൈലിൽ ഗ്രൂപ്പ് ചാറ്റ് വന്നതോടെ ഫാമിലി ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, ഓഫീസ് ഗ്രൂപ്പ്, ലോകത്തുള്ള ജനങ്ങളുടെ ലൈഫ് തന്നെ മാറി. ഗുഡ് മോർണിംഗ് മെസ്സേജ്, ഫെസ്റ്റിവൽ വിഷസ്, വോയിസ് മെസ്സേജ്. ഇക്കാലത്ത് ഇന്റർനെറ്റ് എന്നത് ഡെസ്കിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മളുടെ പോക്കറ്റിലേക്കാകുന്ന വിധത്തിലായി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 2016 ചാർട്ടാണ്. ഇക്കാലം ജനങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഒരു ഹാബിറ്റായി മാറി. 2016 സോഷ്യൽ മീഡിയ ഒരു ലക്ഷറി അല്ല, ഒരു ഹാബിറ്റ് മാത്രമാണ്. ഒരു ദിവസം വാട്സപ്പോ ഫേസ്ബുക്കോ യൂട്യൂബോ ഇതൊന്നും ഒരു യൂസ് ചെയ്യാത്ത ഒരാളെ കണ്ടുകിട്ടുക എന്നത് അസാധ്യമായ കാര്യമായി. ഇക്കാലത്താണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഗ്രോത്ത് വർദ്ധിച്ചത്. അതിന് ഏറ്റവും വലിയ കാരണം വിഷ്വൽ കണ്ടന്റ് ഇമ്പോർട്ടൻസ് കൊണ്ടാണ്. ഈ സമയത്ത് ഇന്റർനെറ്റ് ഒരു ടൈം പാസേ അല്ല, അത് ഒരു ഡെയിലി റൂട്ടീനായി മാറി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 2019 കാലയളവിലെ ഗ്രാഫാണ്. 2019 സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ജനങ്ങളുടെ ബിഹേവിയർ ആകെ മൊത്തത്തിൽ മാറി. ലോങ് വീഡിയോ ആണെങ്കിൽ അത് ജനങ്ങൾക്ക് കാണാനുള്ള ക്ഷമയും സമയവും ഇല്ലാതെയായി. കാരണം അക്കാലത്താണ് ടിക്ടോക്കിൻ്റെ കടന്നുവരവ്. 15 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ കാണാനുള്ള ബിഹേവിയറിലേക്ക് ജനങ്ങളെത്തി. ഇക്കാലത്താണ് മൊബൈൽ സ്ക്രോൾ കൾച്ചറും കൂടി വന്നത്. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 3 സെക്കൻഡ് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ജനങ്ങൾ ബൈ എന്ന് പറഞ്ഞു പോകും. ആ കാലത്ത് ഇൻ്റർനെറ്റ് സ്ലോ കൾച്ചറിൽ നിന്നും സ്പീഡ് കൾച്ചറിലേക്ക് മാറി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 2024 ഗ്രാഫാണ്. 2024 സോഷ്യൽ മീഡിയ ഓൾമോസ്റ്റ് സാച്ചുറേഷൻ പോയിന്റിലെത്തി. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണായി. ഓൾമോസ്റ്റ് എല്ലാവർക്കും 2-3 ഫേവറേറ്റ് ആപ്പ് ഫിക്സായി മാറി. ഇനി ന്യൂ യൂസർ വരുന്നത് സ്ലോ ആണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമൊക്കെ എന്ത് ചെയ്യും? ന്യൂ യൂസേഴ്സിനെ തേടുന്നതിന് പകരം പഴയ യൂസേഴ്സിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ടാണ് 2024 റീൽസ് പുഷ്, ഷോർട്ട് പുഷ്, നോട്ടിഫിക്കേഷൻ ഓവർലോഡ്, ആരെങ്കിലും മിസ് കോൾ അടിക്കുന്നത് അലേർട്ടായിട്ട് വരുന്നത്. പല ആപ്പുകളും പ്ലാറ്റ്ഫോം തമ്മിലുള്ള ഫൈറ്റ് പുതിയ യൂസേഴ്സിന് വേണ്ടിയുള്ളതല്ല, പകരം ഇതൊരു യൂസേഴ്സിൻ്റെ ടൈമിന് വേണ്ടിയുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ഇതിനൊന്നും ടൈമില്ല. അതുകൊണ്ടാണ് വീഡിയോ മാക്സിമം കുറച്ച് ഷോർട്ട്, റീൽസ് എന്നുള്ള രീതിയിൽ വരികയും അത് എൻ്റർടൈൻമെൻറ്റായി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 2026 ഗ്രാഫാണ്. ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ്. വാട്സപ്പ് കമ്മ്യൂണിക്കേഷൻ ബാക്ക് ബോൺ, യൂട്യൂബ് എൻ്റർടൈൻമെൻറ്റ് പ്ലസ് എഡ്യൂക്കേഷൻ, ഇൻസ്റ്റാഗ്രാം വിഷ്വൽ എക്സ്പ്രഷൻ, ഫേസ്ബുക്ക് ഓൾഡർ ജനറേഷൻ സ്പേസ്. ആപ്പ് മാറിയാലും റോൾ മാറുന്നില്ല. മുമ്പ് ലെറ്റർ പ്ലസ് ടെലിഫോൺ, ടെലിഫോൺ പ്ലസ് മൊബൈൽ. ഇന്ന് ചാറ്റ് ആപ്പ് പ്ലസ് സ്മാർട്ട് ചാറ്റ് ആപ്പ്. ഇത്രയൊക്കെയാണ് വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത്. 2026 ചിലപ്പോൾ ആപ്പ് നെയിം ചേഞ്ച് ആയേക്കാം, ഇൻ്റർഫേസ് ചേഞ്ച് ആയേക്കാം, പക്ഷേ മനുഷ്യൻ കാണണം, സംസാരിക്കണം, എൻ്റർടൈൻ ആകണം, ഇതൊന്നും ഒരിക്കലും മാറില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ അത് ടെമ്പററി ആണ്, മറിച്ച് ഹ്യൂമൻ ബിഹേവിയർ അത് പെർമനൻ്റ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആപ്പിൻ്റെ കഥയല്ല, ഇത് നമ്മുടെ തന്നെ കഥയാണ്. ഇൻ്റർനെറ്റ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി എന്ന കഥയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.